അപ്പോൾ ഈ ജോലി സ്ഥലത്ത് ആ കടയുടെ അവിടെ നിന്ന് 2-3 നടയിറങ്ങി വന്നേച്ച് കാണുന്ന ഹാളിൽ പാവിരിച്ചാണ് പണിക്കാരൊക്കെ നിൽക്കുന്നത്. എന്നോട് വളരെ സിമ്പത്തറ്റിക്കായിട്ട് പെരുമാറിയത് ജോണി എന്ന് പേരുള്ള മലബാറിൽ നിന്ന് എവിടെയോ വന്ന ഒരു പയ്യനാണ്. എന്നെക്കാളും ഒരു 10-22 വയസ്സുണ്ട്, എനിക്കന്ന് 16 വയസ്സുണ്ട്. ഒരു 10-22 വയസ്സുള്ള ഒരാളാണ്. അയാൾ നമ്മളോടൊരു പരിഗണനയുണ്ട്. അയാളവിടെ ഈ പാത്രം കഴുകാൻ ആദ്യം ചെയ്തതാണ്. ഇപ്പം കൂടുതൽ മെച്ചപ്പെട്ട പൊസിഷനിലേക്ക് സപ്ലയറായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ പുള്ളി അവർക്ക് ഭയങ്കര കാര്യമാണ്. കാരണം ഈ 2-3-4 വർഷം മുമ്പ് ഈ ഷൈനി ഹോട്ടലിൽ വന്നിട്ട് ഇന്നേ വരെയും ജോണി അവധിയെടുക്കുകയോ വീട്ടിൽ പോവുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ എന്താണെങ്കിലും ഞാനവിടെ 2-3 ആഴ്ച അവിടെ തങ്ങുന്ന ഓരോ ദിവസവും 5 രൂപയാണ് മറ്റാണ് കൂലി. അപ്പോൾ ആ പൈസ ശേഖരിച്ച് അതിനകത്ത് ഇങ്ങനെ വെക്കും. അവിടുത്തെ പണിരീതിയുടെ ഭാഗമായിട്ട് 1 മണിക്കൂറോളം എനിക്ക് ഉച്ച കഴിഞ്ഞ് വിശ്രമം ഉണ്ടെങ്കിലും ആ കടയുടെ അടുക്കളപ്പുറത്ത് ആ കിണറിൻ്റെ അരികിൽ ഇരിക്കുകയാണെങ്കിൽ എപ്പോഴും പാത്രങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ വിശ്രമിക്കാനായിട്ട് പ്രത്യേകിച്ച് സമയം പിന്നെ കിട്ടത്തില്ല. തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ പാത്രം കഴുക്ക്. പാത്രം മാത്രമല്ല, ചരുവങ്ങളുമെല്ലാം. അപ്പോൾ അവിടെ ഇരുന്നാൽ വിശ്രമം കിട്ടിയില്ല എന്ന് ജോണി പറഞ്ഞതുകൊണ്ട് ഞാൻ പിന്നീട് എല്ലാ ദിവസവും 4 മണിക്കോ 5 മണിക്കോ ഒക്കെ 1 മണിക്കൂർ ടൗണിൽ ഇങ്ങനെ ഇറങ്ങി നടക്കാൻ തുടങ്ങി. അപ്പോൾ ഈ പോസ്റ്റ് ഓഫീസൊക്കെ കാണുമ്പം എൻ്റെ മനസ്സിൽ ഒരു ഇല്ലൻ്റ് മേടിക്കണം, അമ്മയ്ക്കൊരു കത്തെഴുതണം. ഇനി അമ്മയ്ക്കൊക്കെ ഒത്തിരി പണിക്കാരുള്ളതല്ലേ, ഇത്രയും പാത്രം കഴുകുന്നതിന് ഈ 5 രൂപയ്ക്കുള്ള പണി 7 രൂപയ്ക്കുള്ള പണി എനിക്ക് ചെയ്യേണ്ടതില്ല എന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. പക്ഷേ ഈ ധൂർത്തപുത്രനെ പോലെ ഇരിക്കുന്ന എനിക്ക് സുബോധം അപ്പോഴും ഉണ്ടായിട്ടില്ല. എപ്പോഴും പൈസ ഇല്ലാതെ ഇനി മടക്കി തന്നാൽ അമ്മ എന്നെ സ്വീകരിക്കുമോ എന്നുള്ളൊരു പേടി എനിക്കുണ്ട്. പണം ഉണ്ടാക്കി അങ്ങോട്ട് ചെന്നാൽ ചിലപ്പോൾ സ്വീകരിക്കുമായിരിക്കും എന്നൊരു തോന്നലുണ്ട്. പക്ഷെ അതൊന്നും നടക്കുകയല്ല. എൻ്റെ നോവൽ വിജയിച്ചില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? എങ്ങനെ മടങ്ങിച്ചെല്ലും? അമ്മ സ്വീകരിച്ചില്ലല്ലോ, എന്ത് ചെയ്യും? പിന്നെ ഈ പോന്നതിൻ്റെ കുറ്റബോധവും ആ 1 വർഷക്കാലം അമ്മയോട് ചെയ്ത ദ്രോഹത്തെ ഓർത്തുള്ള വേദനയൊക്കെ എന്നെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ ഈ പുറത്തൊക്കെ ഇറങ്ങിടുന്ന ഒരു ദിവസം ഞാനൊരു ഇല്ലൻ്റ് മേടിച്ച് വെച്ചു. പക്ഷേ അമ്മയ്ക്ക് കത്തെഴുതിയില്ല. അപ്പോൾ ആ വർഷം അമ്മ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഈ കുഞ്ഞമ്മായിയുടെയൊക്കെ എടുത്ത് പോയി നിൽക്കുന്ന കാലത്ത് ആ ഏപ്രിൽ മാസത്തിലെ അരുവത്തറ പള്ളിയിലെ പെരുന്നാളിന് നമുക്ക് എല്ലാവർക്കും കൂടെ പോകണമെന്ന്. അത് ജീപ്പ് വിളിച്ച് പോകാമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു ആ അരുവത്തറ പള്ളിയിലെ പെരുന്നാളിന് അമ്മ വരുമെന്ന്. അപ്പോൾ 2-2.5 ആഴ്ചയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു ദിവസം ഇരുന്ന് അമ്മയ്ക്കൊരു കത്തെഴുതി. അമ്മ, ഞാൻ അരുവത്തറ പള്ളിയിൽ പെരുന്നാളിന് വന്നാൽ അമ്മ വന്ന് എന്നെ സ്വീകരിക്കുമോ എന്നുള്ളൊരു ചോദ്യം. ഞാൻ എവിടെയാണെന്നോ അതിനൊരു ഫ്രം അഡ്രസ്സോ ഒന്നും ഞാൻ വെച്ചിരുന്നില്ല. അപ്പോൾ അമ്മ വരുമെന്ന് എനിക്കൊരു പ്രതീക്ഷയായിരുന്നു. പക്ഷെ ആ ദിവസം അടുക്കുന്തോറും ഒരു പേടി ഇങ്ങനെ വരുന്നുണ്ട്. ചെന്നാൽ എങ്ങനെയാകും, കണ്ടാൽ എങ്ങനെയാകും, അടിക്കുമോ എന്നൊക്കെ ഉള്ളൊരു ചിന്തയായിരുന്നു. എന്താണെങ്കിലും ഒരു ദിവസം വൈകുന്നേരം ഈ പണിയെല്ലാം കഴിഞ്ഞ് താഴെ ഇങ്ങനെ കിടക്കാനൊക്കെ തയ്യാറെടുക്കുന്ന സമയമായപ്പോഴേക്കും ഈ കൗണ്ടറിൻ്റെ അടുത്തിരുന്ന് 2 പേര് സംസാരിക്കുന്നുണ്ട്. അത് എന്നെ സ്കൂളിൽ പഠിപ്പിച്ച 2 ടീച്ചർമാരുടെ ബന്ധത്തിൽപ്പെട്ട സഹോദരങ്ങളായിരുന്നു. ഇങ്ങനെ അവിടെയുള്ള ഒരു സ്ത്രീയുടെ മകൻ ഒളിച്ചോടി പോകുന്നെന്നും ഈ 10ാം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസമാണെന്നും അത് ഞാനാണെന്നും ഒക്കെ അവർ പറയുന്നുണ്ടെന്ന് വെള്ളത്തൂവിൽ നിന്ന് ആരോ പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ പതുക്കെ എഴുന്നേറ്റ് ആ വന്ന ദിവസം ഇട്ട തുണി 3 ആഴ്ചയ്ക്ക് ശേഷം ഊരി ആ എടുത്ത അതേ വാതിലിൽ തന്നെ തൂക്കിയിട്ട് ഞാൻ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി എൻ്റെ ബാഗ് മടക്കി വെച്ചിരുന്ന എൻ്റെ ബാഗുമൊക്കെ എടുത്ത് മിണ്ടാതെ ആ അടുക്കളയുടെ വാതിൽ പതുക്കെ തുറന്ന് കിണറിൻ്റെ സൈഡിൽ കൂടെ ഈ പേരൂർ റോഡിലേക്ക് പോകുന്ന ആ ചെറിയ വഴി കൂടെ ഇറങ്ങി നടന്ന് പാലാ റോട്ടിൽ കയറി കോട്ടയത്തിനുള്ള വഴിക്കൂടെ വന്ന് KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ വന്ന് പാതിരാത്രിയിൽ വന്ന് ഇരുന്ന് അത് കഴിഞ്ഞ് പിന്നെ ഈ തലയെണ്ണയായിട്ട് കുറച്ച് പത്രത്തിൻ്റെ കടലാസുകളൊക്കെ അവിടെ ഉണ്ടെന്ന് ഈ പത്രക്കാർ വന്ന് അവിടെ അടുക്കുന്നുണ്ട്. അതിനകത്ത് മിച്ചമുള്ളത് അവർ പോയി കഴിഞ്ഞപ്പോഴേക്കും അവിടെ എവിടെയും കീറി കിടക്കുന്നതും പൊതിഞ്ഞുകൊണ്ട് വന്നതുമായിട്ടുള്ള കടലാസുകളാണ്. ശരി, പത്രത്തിൻ്റെ അല്ല. അതിനെ വിരിച്ച് തലയെണ്ണയായിട്ട് ഈ എൻ്റെ ബാഗും വെച്ച്, കാരണം അതിനകത്ത് പൈസയില്ലേ. അപ്പോൾ ഞാനത് തുറന്ന് നോക്കിയപ്പോഴേക്കും അതിനകത്ത് 50 രൂപയുടെ കുറവുണ്ട്. അപ്പോൾ ഈ ജോണി ഇടയ്ക്കിടയ്ക്ക് ഇത് തുറന്ന് നോക്കുന്നത് എനിക്കറിയാം. കാരണം അവനൊരു ചെറിയൊരു താല്പര്യം, ഒരു കെട്ടിപ്പിടുത്തമൊക്കെ രാത്രിയിൽ ഒരു പ്രാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനവനെ തള്ളി മാറ്റിയിരുന്നു. അപ്പോൾ അന്ന് തൊട്ട് അവൻ എന്നോടൊരു ഇഷ്ടക്കേടും കാണിക്കുന്നുണ്ട്. ഇപ്പോൾ കഴുകി അടുക്കിയ പാത്രം പോലും കഴുകാനാണെന്നും പറഞ്ഞ് അവൻ പിന്നെ എനിക്ക് കൊണ്ടുവന്ന് കെൻറ്റീരിയലിടും. സപ്ലയറാണല്ലോ, ഉയർന്ന പദവിയല്ലേ.
അപ്പോൾ ആ വൈരാഗ്യം കൊണ്ട് എപ്പോഴെങ്കിലും ഇവൻ ഈ എൻ്റെ ബാഗൊക്കെ എടുക്കുന്ന ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അവനത് അടിച്ച് മാറ്റി തിരിച്ചു പോയി അവനോട് ഇത് താടാന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കിയാലെന്ന് ഓർത്തു. പക്ഷേ ഞാൻ പിടിക്കപ്പെടുമല്ലോ, പിന്നെ വീട്ടിൽ പോകേണ്ട വരുമല്ലോ എന്നുള്ള പേടിയായതുകൊണ്ട് ഞാൻ തിരിച്ചു പോയില്ല. ഒന്നിറങ്ങി എണീറ്റപ്പോഴേക്കും ഒരു വണ്ടി വരുന്ന കണ്ടു, കോട്ടയത്തിനുള്ളൊരു ഓർഡിനറി. ആ ഓർഡിനറിയിൽ കയറി ഞാൻ ടിക്കറ്റ് എടുത്ത് കോട്ടയം സ്റ്റാൻഡിലിറങ്ങിയപ്പോൾ പണ്ടത്തെ പോലീസുകാരൻ്റെ ഓർമ്മ വരും. അയാളെ ഞാൻ അവിടെ കണ്ടില്ല. പക്ഷെ അന്നേരം വന്നൊരു കുമിളി വണ്ടിയെ കയറി, അതൊരു ഓർഡിനറി ആയിരുന്നു, ഫാസ്റ്റൊന്നുമല്ല. അതിൽ കയറി തൊട്ടടുത്തിരുന്ന ആൾ കഞ്ഞിക്കുഴിയിൽ നിന്ന് എടുത്തു. ഞാനും പറഞ്ഞു കഞ്ഞിക്കുഴിയിൽ നിന്ന്. ആ കഞ്ഞിക്കുഴിയിൽ ഇറങ്ങിയിട്ട് ആ ഒരു ട്രാഫിക് പോലീസ് അവിടെ നിൽപ്പുണ്ട് കഞ്ഞിക്കുഴിയിൽ. അവിടെ നിന്ന് അകത്തേക്കൊരു വഴി കിടപ്പുണ്ട്. അതിലൂടെ കുറേ ദൂരം നടന്ന് കടകളെല്ലാം തീർന്നു കഴിയുമ്പോഴേക്കും പിന്നെ എങ്ങോട്ടാണ് പോകേണ്ടെന്നറിയാതെ തിരിച്ചു വന്നേച്ച് അന്നേരം വന്നൊരു കോട്ടയം വണ്ടിയെ കയറി. അതൊരു പ്രൈവറ്റ് വണ്ടിയായിരുന്നു. അത് തിരുനക്കര ഒരു സ്റ്റാൻഡുണ്ടായിരുന്നു അന്നേരം, തിരുനക്കര മൈതാനത്തിൻ്റെ ഓപ്പോസിറ്റായിട്ട്. ആ സ്റ്റാൻഡിൻ്റെ അടുത്തിറങ്ങിയിട്ട് അമ്പലത്തിൻ്റെ അതിലൂടെ നടന്ന് അതിലേ പോകുന്ന ഒരു വഴിയെ ഞാൻ കുറേ കിലോമീറ്റർ അങ്ങ് നടന്നു. ആ സ്ഥലമൊന്നും ഞാനിപ്പോൾ ഓർക്കുന്നില്ല. അവിടെ ഞാൻ ചെന്ന് എനിക്ക് ഇച്ചിരി വിശന്നു. അപ്പോൾ ഒരു ഒറ്റപ്പെട്ടിരിക്കുന്നൊരു കട, ഇച്ചിരി വണ്ണമുള്ള ഒരു സ്ത്രീ, ചട്ടയും മുണ്ടൊക്കെ ആയിട്ടിരിക്കുന്നത്. ഇപ്പോൾ ഉച്ചക്കത്തെ തിരക്കൊക്കെ കഴിഞ്ഞു, ഉച്ച കഴിഞ്ഞിട്ടുണ്ട്, 2-2:30 ആയിട്ടുണ്ട്. 2 ട്രിപ്പ് പോയി വന്നതല്ലേ. അപ്പോൾ വിശക്കുന്നുമുണ്ട്. തലേ ദിവസം കഴിച്ചാൽ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ഇവിടെ കയറി സ്പെഷ്യൽ മീനൊക്കെ കൂട്ടി കഴിക്കുക. അപ്പോൾ അവർ പറയുന്നുണ്ട്, അവരുടെ ഭർത്താവാണ് അകത്തുനിന്ന് തോന്നുന്നു. അന്നേരം തന്നെ എനിക്ക് മനസ്സിലായി അവർ സംസാരിക്കുന്ന രീതി അനുസരിച്ച് കൗണ്ടറിൽ ഭാര്യയാണ്. അപ്പോൾ പാത്രം കഴുകാനായിട്ടൊരു സ്ത്രീ അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇവർക്കൊരു മകനുള്ളതാണെന്നൊക്കെ ഞാൻ പിന്നീട് അറിയുന്നുണ്ട്. ആ മകൻ മരിച്ചുപോയി, അവൻ നന്നായിട്ട് പൊറോട്ട അടിക്കുമായിരുന്നു എന്നൊക്കെ. അവരുടെ വീട് അവിടെ അടുത്ത് തന്നെയാണ്, ഒരു വാർക്ക വീടാണ്. അപ്പോൾ സ്ഥലത്തിൻ്റെ പേരെനിക്ക് കൃത്യം ഓർമ്മയില്ല. ആ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സ്പെഷ്യലൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, ഇതൊക്കെ കഴിഞ്ഞിട്ട് പൈസ ഉണ്ടാവുമോ വന്ന്. എന്താണ്, ഞാനിതൊക്കെ കഴിഞ്ഞിട്ട് പൈസ അവർക്ക് കൊടുത്തു. അപ്പോൾ അന്നേരം ഇവിടെ എവിടെ വന്നതാന്ന്, ഒരു ജോലി തേടി വന്നതാണ്, കിഴക്കുന്നതാന്ന് പറഞ്ഞു. അപ്പോൾ അന്നേരം അവർ പറഞ്ഞു അവിടെ തന്നെ ജോലി തരാം. പക്ഷേ ഇക്കുറി എനിക്ക് പാത്രം കഴുകാനല്ലായിരുന്നു, കാരണം അവിടെ തന്നെ അടുത്തുള്ളൊരു സ്ത്രീ പാത്രം കഴുകാൻ വരുന്നുണ്ടായിരുന്നു. എനിക്ക് സപ്ലയറായിട്ട് ജോലി കിട്ടി, 10 രൂപ പെർ ഡേ. അപ്പോൾ അങ്ങനെ ഞാൻ അത്, പക്ഷേ ഒരാഴ്ചയിലല്ല തരുന്നത്, മറ്റേ ഷൈനി ഹോട്ടലിൽ തന്ന പോലെ എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോൾ എനിക്ക് എൻ്റെ 10 രൂപ തരുമായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവരോട് പറഞ്ഞു അടുത്ത ആഴ്ച എനിക്ക് ഈ അരിയത്തറ പള്ളിയിൽ പെരുന്നാളിന് പോകണം. ആ പുള്ളിക്കാരി പറഞ്ഞു, അതിന് ഇനിയും പെരുന്നാളൊക്കെ വരുന്നല്ലേ, ഇപ്പോൾ പോകണ്ട, നീ വന്നതേ ഉള്ളൂ, അന്നേരം തന്നെ പോകാൻ പറ്റിയായിരുന്നു. ഞാൻ പക്ഷേ ഈ അരിത്തറ പള്ളിയിൽ പെരുന്നാളിൻ്റെ അന്ന് അവിടെ നിന്നൊക്കെ ഇറങ്ങി പോകാനായിട്ടൊക്കെയുള്ള ഒരു തയ്യാറെടുപ്പ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ആ സ്ത്രീ പറഞ്ഞത് കൊണ്ടായിരുന്നില്ല ഞാൻ പോകാതിരുന്നത്. എനിക്ക് അമ്മയെ അഭിമുഖീകരിക്കാൻ എപ്പോഴും ധൈര്യമില്ലാതിരുന്നുകൊണ്ടാണ് ഞാൻ പോകാതിരുന്നത്. ഇതെല്ലാം കഴിഞ്ഞ ഒരു ദിവസം ഞാൻ അവിടെ നിന്നിറങ്ങി കോട്ടയത്ത് സ്റ്റാൻഡിൽ വന്ന് ഒരു മൂന്നാർ വണ്ടിയെ കയറി ഞാൻ ഇങ്ങ് പോരുക. അപ്പോൾ അടിമാലി ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. പക്ഷേ തിരിച്ചു ചെല്ലാം, അല്ലാതെ ഞാൻ എന്താ ചെയ്യുന്നത്, ഇങ്ങനെ കഴിഞ്ഞിട്ട് കാര്യമില്ല. അമ്മയുടെ കൂട്ടത്തിൽ പണിക്ക് പോയാൽ എന്താണെങ്കിലും എനിക്ക് 40 രൂപയുടെ കൂലി കിട്ടും. ഈ 10 രൂപയ്ക്ക് ഞാൻ എന്തിനാ ഈ പാത്രം കഴുകുന്നത്, അല്ലെങ്കിൽ സപ്ലയറായിട്ട് നിൽക്കുന്നത് എന്നൊരു ചിന്ത എനിക്ക് വന്നു. അമ്മ വഴക്ക് പറഞ്ഞാൽ സാരമില്ല, ഞാൻ അമ്മയുടെ അടുത്തേക്ക് തന്നെ പോവുക, ഞാൻ പോയിട്ടൊന്നും ആയില്ലല്ലോ എന്ന ആ ഒരു വേദനയിൽ ഞാൻ രണ്ടും കൽപ്പിച്ച് അവിടെ നിന്ന് ഇറങ്ങി വണ്ടിയെ കയറി അടിമാലി ടിക്കറ്റ് എടുത്ത് KSRTC ആനവണ്ടി ഫാസ്റ്റ് പാസഞ്ചറാണ്, അതിൽ കയറി. പക്ഷെ നേരിമംഗലം ആ പാലം കഴിഞ്ഞ് അപ്പുറത്തേക്ക് കിടന്നപ്പോഴേക്കും എനിക്ക് വീണ്ടും ആദ്യം കയറാൻ തുടങ്ങി. ചെന്നാൽ എന്താവും, എൻ്റെ അമ്മ സ്വീകരിക്കുമോ, ഞാൻ അമ്മയെ ചതിച്ചതല്ലേ, അമ്മ ഇട്ടേച്ച് പോയതല്ലേ എന്നൊക്കെയുള്ളൊരു വേദനയാൽ ഞാൻ ആളിറങ്ങണം എന്ന് പറഞ്ഞു. അയാൾ മണി അടിച്ചതാണോ ഞാൻ അടിച്ചതാണോ എന്ന് കൃത്യം ഓർക്കുന്നില്ല. ഞാൻ പുറത്തിറങ്ങി. എന്നിട്ട് ആ കാട്ടിൽ കൂടെ ഞാൻ അങ്ങ് നടക്കാൻ തുടങ്ങി. രാത്രിയായിട്ടുണ്ട് ആ സമയത്ത്, രാത്രിയിലാണ് ഇറങ്ങിയേക്കുന്നത്. രാത്രിയിൽ നേരിമംഗലം കാട് മുഴുവൻ കടന്ന് നടന്ന് എവിടെയോ ഏത് സ്ഥലത്ത് നിന്ന് തളർന്ന് ഇരുന്നിടത്ത് കിടന്നുറങ്ങിപ്പോയി. രാവിലെ ഏറ്റിട്ട് വീണ്ടും നടന്നു. എനിക്കൊന്ന് വാളറയൊക്കെ കഴിഞ്ഞ് ഏതോ ഒരു സ്ഥലത്തെത്തിയപ്പോഴാണ് ഞാൻ കയറി ഒരു കടയിൽ നിന്ന് ചായയൊക്കെ കുടിച്ചു. അപ്പോൾ എനിക്ക് 2-3-4 ആഴ്ച 40 ദിവസമാണ് ഞാൻ കറങ്ങി കിടന്നത്. 40 ദിവസം ജോലി ചെയ്തതിൻ്റെ പണമൊക്കെ എൻ്റെ കയ്യിലുണ്ടല്ലോ. 50 രൂപ ഒരാൾ കട്ടിട്ടുള്ളൂ, ബാക്കി മുഴുവൻ എൻ്റെ ഉണ്ട്. ഞാൻ പണ്ട് കൊണ്ടുപോയതിൻ്റെ ബാക്കിയുണ്ട്, കട്ടെടുത്തുകൊണ്ട് പൈസയുടെ ബാക്കിയുണ്ട്. അങ്ങനെ അടിമാലി വരെ നടന്നു. രാത്രി ഒരു 9 മണിയോട് കൂടി സമയത്ത് പിറ്റേ ദിവസം അവിടെ ശരിക്കും സന്ധ്യ ആയില്ല ഞാൻ അവിടെ ചെല്ലുമ്പോൾ. രാത്രിയാകാനും ആരും എന്നെ കണ്ട് തിരിച്ചറിയാതിരിക്കാനും ഭാഗത്ത് ഞാൻ അവിടെ ഇവിടെയൊക്കെ പമ്മി നിന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, അവിടെ ഒരു
ഒരു തിയേറ്റർ, അപ്സര തിയേറ്റർ ഉണ്ടായിരുന്നു. അതൊരു മലയുടെ താഴെയായിട്ട് മൂന്നാറിന് പോകുന്ന വഴിക്ക് കമ്പളികണ്ടത്തിന് തിരിയാതെ മുമ്പോട്ട് പോയി കഴിയുമ്പോൾ ഇടതുവശത്തേക്ക് കയറി ചെറിയൊരു കുന്നിൻ്റെ അടുത്ത് അപ്സര എന്ന് പറഞ്ഞൊരു തിയേറ്റർ, ഞാനത് കറങ്ങി നടന്ന സ്ഥലം. അത് കഴിഞ്ഞിട്ടൊരു 9 മണി ആകാറായപ്പോഴാണ് ഞാൻ ബസ് കയറുന്നിടത്തേക്ക് വന്നത്. അന്ന് ശരിക്കും അവിടെ സ്റ്റാൻഡൊന്നും ഉണ്ടായിരുന്നില്ല, വഴിയരികിൽ നിന്നായിരുന്നു കയറുന്നത്. അപ്പോൾ ജീസസ് എന്ന് പറയുന്ന വണ്ടിയിൽ കയറിയാണ് ഞാൻ പോകുന്നത്. അതിൽ കയറി ഞാൻ കമ്പളികണ്ടത്തിറങ്ങി, കുന്ന് കയറി മീശപ്പണിക്കിൻ്റെ ഇടവഴി ഇറങ്ങി ഞാൻ താഴെ ചെല്ലുമ്പോൾ അവിടെ അമ്മയുണ്ട്. ഞാൻ ആ വീടിൻ്റെ ഇപ്പുറത്ത് മുകളിലായിട്ടുള്ള ചെറിയ കപ്പിലാവിൻ്റെ ചോട്ടിൽ നിന്ന് അമ്മയെന്ന് വിളിച്ചു. എൻ്റെ പൊന്നുമകനെ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ഓടി വന്നിട്ട് എൻ്റെ കാരണം ചേർത്തൊരു അടി തന്നിട്ട്, നിനക്ക് എങ്ങനെയാണ് എന്നോട് ഇത് ചെയ്യാൻ സാധിച്ചതെന്നൊരു ചോദ്യമാണ്. അത് കഴിഞ്ഞാണ് എന്നെ ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിക്കുന്നത്. അത് ആ അടിയാണ് എൻ്റെ ജീവിതത്തെ പൂർണ്ണമായി മാറ്റിയത്. ആ അടിയോടൊപ്പം എന്നെ ചേർത്ത് പിടിച്ചു എന്നുള്ളതുകൂടെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ ടേണിംഗ് പോയിൻ്റ് അവിടെയാണ് തുടങ്ങുന്നത്. ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിലൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിൽ ലഭിക്കുന്നു. ചരിത്രവും ഐതിഹ്യങ്ങളും യഥാർത്ഥ ജീവിതവും ഒത്തുചേരുന്ന ഇന്ത്യൻ കാഴ്ചകളുടെ ഈ അസുലഭ ശേഖരം സ്വന്തമാക്കാൻ 9955444222 എന്ന നമ്പറിലേക്ക് ഇന്ത്യ എന്ന് SMS ചെയ്യൂ. ഇത് 1990 മെയ് മാസമാണ്. 40 ദിവസത്തെ മരുഭൂമി വാസം എന്നതുപോലെ ഒളിച്ചോടിപ്പോയിട്ട് ഞാൻ അമ്മയുടെ അടുക്കൽ തിരിച്ചെത്തി. സുബോധമുണ്ടായപ്പോൾ ധൂർത്തപുത്രൻ മടങ്ങി വന്നതുപോലെ. പിന്നെ അങ്ങോട്ട് അമ്മയോടൊപ്പം കൂലിപ്പണിക്ക് പോകാനുള്ള തുടക്കമായി. ലാലിയുമുണ്ട്, അമ്മയുമുണ്ട്, ഞാനുമുണ്ട്. ബിന്ദു അപ്പോൾ പള്ളിക്കൂടത്തിൽ പഠിക്കുകയാണ്. ജെസ്സി തയ്യൽ ജോലിയിലാണ്, വീട്ടിലിരുന്ന് തന്നെയാണ് ചെയ്യുന്നത്. കൂടത്തിൽ കുഞ്ഞിപ്പെണ്ണുമുണ്ട്, അവളുടെ കൂട്ടുകാരിയാണ്. ഇത് കഴിഞ്ഞ് ആ മെയ് മാസം അവസാനമായപ്പോഴാണ് SSLCയുടെ റിസൾട്ട് വരുന്നത്. ഫസ്റ്റ് ക്ലാസ് എങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷയിലിരുന്ന എല്ലാവരെയും നിരാശപ്പെടുത്തിക്കൊണ്ട് 338 മാർക്ക് മേടിച്ചാണ് ഞാൻ ജയിക്കുന്നത്. എല്ലാവരും കളിയാക്കിയപ്പോഴും കുറ്റപ്പെടുത്തിയപ്പോഴും അമ്മ മാത്രം എന്നോട് പറഞ്ഞു, പള്ളിക്കൂടത്തിൽ ഫസ്റ്റ് ക്ലാസ് കിട്ടുന്നതല്ല ഏറ്റവും പ്രധാനപ്പെട്ടത്, ജീവിതത്തിൽ ഫസ്റ്റ് ക്ലാസ് കിട്ടുന്നതെന്ന്. മറ്റുള്ളവരെന്നെ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ അമ്മയുടെ ഒരു നോട്ടം കൊണ്ടെങ്കിലും അമ്മ എന്നെ ആശ്വസിപ്പിച്ചിരുന്നു. അക്കാലത്ത് ഈ വേദപാഠം 10ാം ക്ലാസ്സിലെ പരീക്ഷയും ഉണ്ടായിരുന്നത്. പാസ്സായി. അതിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി കൂടി വെച്ചാണ് മുരിക്കാശ്ശേരി ഭാവനാത്മ കോളേജിൽ അഡ്മിഷൻ അപേക്ഷ കൊടുക്കുന്നത്. വേദപാഠത്തിൻ്റെ ഈ സർട്ടിഫിക്കറ്റ്, 10ലെ സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടുമ്പോഴാണ് എന്നാണ് ഞാൻ ശരിക്കും ജനിച്ചത് എന്നുള്ള കാര്യം എനിക്ക് പിടികിട്ടിയത്. പള്ളിക്കൂടത്തിൽ 1ാം ക്ലാസ്സിൽ അമ്മ ചേർക്കാൻ ചെന്നപ്പോൾ മലയാള മാസത്തിലെ ഏതോ ഡേറ്റ് പറഞ്ഞതിന് കണക്കറിയാമായിരുന്നിട്ടോ അറിയാതെയോ കൂട്ടി അന്നത്തെ അധ്യാപകനോ അധ്യാപികയോ ഇട്ട ഒരു ഡേറ്റാണ് എൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ഡോക്യുമെൻറ്റുകളിലെല്ലാം ഉള്ളത്. പള്ളിയിലെ ഡോക്യുമെൻ്റ് കിട്ടിയപ്പോൾ ഞാൻ 74 ഏപ്രിൽ 6 ജനിച്ചതെന്നും അത് കഴിഞ്ഞ് 7 ദിവസം കഴിഞ്ഞപ്പോഴാണ് എന്നെ പള്ളിയിൽ മാമോദീസ മുക്കിയതെന്നും അറിയാനിടയായി. അങ്ങനെ ഒരു ബർത്ത്ഡേ കൃത്യമായി അറിഞ്ഞതിൻ്റെ സന്തോഷം ആഘോഷങ്ങൾ തുടങ്ങുന്നതിൻ്റെ തുടക്കമൊന്നും ആയിരുന്നില്ല. 10ാം ക്ലാസ്സിലെ റിസൾട്ട് വന്ന് മാർക്ക് ഷീറ്റൊക്കെ കിട്ടി. അതിനെ ബ്രൗൺ പേപ്പറും കൊണ്ട് പൊതിഞ്ഞ് ഒട്ടിച്ച് വൃത്തിയാക്കി വെച്ചതിന് ശേഷം മുരിക്കാശ്ശേരി ഭാവനാത്മ കോളേജിൽ പോയി ആപ്ലിക്കേഷൻ ഫോമൊക്കെ വാങ്ങി വന്ന് ഞാൻ ഫില്ല് ചെയ്ത് കൊടുത്തു. ഒരു ദിവസം ഒരു കാർഡ് വന്നു, ഇൻ്റർവ്യൂവിന് ക്ഷണിച്ചുകൊണ്ട്. 2nd ഗ്രൂപ്പിനായിരുന്നു. അപ്പോൾ അത് മുഴുവൻ ഇംഗ്ലീഷിലൊന്നും വായിച്ച് നോക്കാനുള്ള ബോധമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. കാരണം 10ൽ ഇംഗ്ലീഷിന് 12 മാർക്കും സെക്കൻഡിന് 21 മാർക്കുമാണ്. അപ്പോൾ അത് കഷ്ടി അങ്ങ് ജയിച്ചു എന്നല്ലാതെ ഇംഗ്ലീഷൊന്നും നമുക്ക് അറിയത്തില്ല. അപ്പോൾ ആ കാർഡിൽ എഴുതിയിട്ടുണ്ടായിരുന്നു 148 രൂപ 50 പൈസ അടയ്ക്കണം ഈ സ്കൂളിലെ കോളേജിലെ രജിസ്ട്രേഷൻ ഫീസ് എന്ന്, അഡ്മിഷൻ ഫീസ്. വേറെ പൈസയൊന്നും ആവശ്യപ്പെട്ടിരുന്നില്ല. ഞാൻ എൻ്റെ SLC ബുക്കുമായിട്ട് കയ്യും വീശി തനിയെയാണ് മുരിക്കാശ്ശേരിയിൽ ഇൻ്റർവ്യൂ ദിവസം ചെന്നത്. പ്രിൻസിപ്പലിൻ്റെ മുറിയിൽ നിന്ന് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ഓഫീസിൽ പോയി പേര് ചേർത്തോളൂ എന്ന് പറഞ്ഞു വിട്ടു. അവിടെ വന്നപ്പോൾ ആ ക്ലർക്ക് എൻ്റെ SLC ബുക്ക് നോക്കിയിട്ട് പൈസ അടയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിൽ പണമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു,
ഞാൻ നാളെ കൊണ്ടുവന്ന് പണം അടയ്ക്കാം, ഇല്ലെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് വന്ന് പൈസയുമായി തിരിച്ചു വരാമെന്ന്. അപ്പോൾ ആ ക്ലർക്ക് പറഞ്ഞു, നിങ്ങളിപ്പോൾ എടുക്കുന്നില്ലെങ്കിൽ ഇതിനകത്ത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, ആ പണം കൊണ്ടുവന്ന് രജിസ്ട്രേഷൻ ഫീസ് അടച്ചില്ലെങ്കിൽ നിങ്ങളുടെ സീറ്റ് നഷ്ടപ്പെടും, വെയിറ്റിംഗ് ലിസ്റ്റിൽ ഒരാൾക്ക് കൊടുക്കുമെന്ന്. ഞാൻ വളരെ കെഞ്ചി നോക്കിയെങ്കിലും അവസാനം അയാൾ അടുത്ത ആളെ വിളിച്ച് SLC ബുക്ക് എൻ്റെ നേരെ എറിഞ്ഞു തന്നു. കുറച്ച് നേരമൊക്കെ അവിടെ ചുറ്റിപ്പറ്റി നിന്നിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്നു. ജെസ്സിയോട് മാത്രം കാര്യം പറഞ്ഞു. അമ്മ കുറ്റപ്പെടുത്തിയൊന്നുമില്ല. 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ 1 വർഷം നഷ്ടപ്പെടുത്തുമല്ലോ എന്ന് കരുതി എന്നെ അടിമാലിക്കടുത്ത് 200 ഏക്കറിൽ എൽമക് എന്ന് പറയുന്ന റേഡിയോ ആൻഡ് TV റിപ്പയറിംഗ് കോഴ്സിന് അമ്മ 1000 രൂപ മുടക്കി കൊണ്ടുപോയി ചേർത്തു. 148 രൂപ കയ്യിലില്ലാതിരുന്നു കൊണ്ട് പ്രീ ഡിഗ്രി അഡ്മിഷൻ നഷ്ടപ്പെട്ട് എനിക്ക് വേണ്ടി 1000 രൂപ മുടക്കി എൽമക്കിൽ ചേർക്കാൻ അമ്മയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അതിനർത്ഥം എൻ്റെ ഉത്തരവാദിത്തമില്ലായ്മ കൊണ്ട് തന്നെയാണ് അന്ന് അഡ്മിഷൻ നഷ്ടപ്പെട്ടത്. കാരണം അമ്മയോട് പൈസ ചോദിച്ചില്ല. എന്താണ് ആ കാർഡിൽ എഴുതിയിരിക്കുന്നതെന്ന് എനിക്ക് വായിച്ചു നോക്കാനുള്ള ബോധവും ഉണ്ടായില്ല. എന്താണെങ്കിലും 10 ദിവസത്തോളം എൽമക്കിൽ പോയി കാലത്തോട്ട് വൈകുന്നേരം വരെ ഇരുന്നിട്ടും ടെക്നിക്കലായിട്ടുള്ള റേഡിയോയുടെയോ TVയുടെ ഒരു വശവും എനിക്ക് മനസ്സിലായില്ല. ഇനിയിപ്പോൾ വീട്ടിൽ റേഡിയോ ഇല്ലാതിരുന്നുകൊണ്ടാണോ TV ഇല്ലാതിരുന്നുകൊണ്ടാണോ ആ ടെക്നിക്കുകൾ എനിക്ക് മനസ്സിലാകാതിരുന്നത്, അതെയോ എനിക്കിതിനോടൊന്നുമുള്ള അഭിരുചി ഇല്ലാതിരുന്നുകൊണ്ടാണോ എന്നും അറിയില്ല. എന്താണെങ്കിലും ഇതൊന്നും എൻ്റെ ഫീൽഡല്ല എന്ന് 1000 രൂപ മുടക്കി 10 ദിവസം ആ ക്ലാസ്സിൽ പോയതോടെ എനിക്ക് മനസ്സിലായി. ആ പഠനവും നിർത്തലാക്കി. പിന്നെ 1 വർഷക്കാലം അമ്മയുടെ കൂടെ കൂലിപ്പണിയായിരുന്നു. പലപ്പോഴും മഠത്തിലുള്ള സിസ്റ്റേഴ്സ് അവരുടെ മഠത്തിന് കല്ലിയും വെക്കുന്നുണ്ടായിരുന്നു. പാറത്തോട്ടിലെ കർമ്മലീത്ത മഠത്തിന്. അവരുടെ മഠത്തിൻ്റെ പിറകുവശത്തെ പറമ്പിൻ്റെ അതിർത്തി കണ്ടത്തിൽ നിന്ന് തീരുന്നിടം ചേർത്ത് കെട്ടുന്നതിന് മുഴുവൻ കല്ലും എൻ്റെ തലയിലൂടെ കൂടിയാണ് പോയത്. ആ 1 വർഷക്കാലം ജോലി ചെയ്യുന്ന സമയത്ത് പല സിസ്റ്റേഴ്സും ടീച്ചർമാരും ഒക്കെ അമ്മയോട് പറയുമായിരുന്നു, പഠിക്കാൻ ബുദ്ധിയുള്ള കൊച്ച് അതിനെ പഠിക്കാതെ വെച്ചുകൊണ്ടിരിക്കരുതെന്ന്. അപ്പോൾ അമ്മ പറയും, 1 വർഷം അങ്ങ് പണി ചെയ്യട്ടെ, അപ്പോൾ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും, അടുത്ത വർഷം തൊട്ട് പോകാമെന്ന്. ശരിക്കും ആ പണിത കാലം ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ട് ഞാൻ മനസ്സിലാക്കിയ ആളാണ്. പണത്തിൻ്റെ വില മനസ്സിലാക്കിയതാണ്. കഷ്ടപ്പാടിൻ്റെ മൂല്യം അറിഞ്ഞതാണ്. ആ 91ൻ്റെ ആരംഭത്തിലാണ് ഒരു ദിവസം ഞായറാഴ്ച ഞങ്ങൾ പള്ളിയിൽ പോയി കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ടുണ്ട്. ബിന്ദു മാത്രം വേദപാഠം കഴിഞ്ഞ് വന്നിട്ടില്ല. ബാക്കി എല്ലാവരും വീട്ടിലുണ്ട്. അമ്മയ്ക്കൊന്നും പണിയില്ല, ഞായറാഴ്ചയല്ലേ. അപ്പോൾ മീശപ്പണിക്കൻ്റെ തൊടിയുടെ അരികെ ചേർന്ന് ഉള്ള നടവഴിയിലൂടെ തലയിലും ഒരു മുടിയുമില്ലാതെ, മീശയില്ലാതെ, മുഖത്തോ കൺപീലിയോ പുരിയോ ഒന്നുമില്ലാതെ വിരൂപനായൊരു മനുഷ്യൻ തലയിൽ കെട്ടൊക്കെ കെട്ടി പിറകിലും അതിന് മുമ്പിലായി അപ്പൻ്റെ 2 അനിയന്മാരും കൂടി ഇറങ്ങി വരുന്നത് കണ്ടു. അവർ വീട്ടിൽ വന്നു. അമ്മ അവരോട് ഇരിക്കാൻ പറഞ്ഞു. ഞങ്ങളകത്ത് കയറി. അപ്പോൾ ജെസ്സി ഞങ്ങളോട് പറഞ്ഞു, ആ തലയിൽ കെട്ടി വന്നിരിക്കുന്നതാണ് ഞങ്ങളുടെ അപ്പനെന്ന്. അല്ലാതെ ഞങ്ങൾക്കാർക്കും അപ്പൻ്റെ ഫോട്ടോയോ അപ്പൻ്റെ ഓർമ്മകളോ ഇല്ല. ഓർമ്മകളോ ഒക്കെ ഉള്ളത് 5 വയസ്സാകാൻ 1 മാസം മുമ്പ് അപ്പൻ ഞങ്ങളെ ഉപേക്ഷിച്ച് മലബാറിന് പണം തേടി പോകുമ്പോൾ ഞാനും ബിന്ദുവും ഒന്നു ചേർന്ന് മുറ്റത്ത് ചുട്ടുകൂട്ടിയ മണ്ണപ്പങ്ങളെയും കടലാസ് റോസയുടെ ഇലകൾ അരിഞ്ഞുണ്ടാക്കിയ കറികളെയും ചവിട്ടി മെതിച്ച് തകർത്തുകൊണ്ട് നടന്നുപോയൊരപ്പനാണ്. പിന്നീടൊരിക്കലും അപ്പൻ വന്നില്ല. ജേക്കബ് അച്ഛൻ അദ്ദേഹത്തെ തേടി മലബാറിന് പോയിട്ട് ഒരാഴ്ചയോളം അച്ഛനാണെന്ന് പറയാതെ കൂടെ താമസിച്ചിട്ട് തിരിച്ചു വരുമ്പോഴും അങ്ങനെ ഒരു കെട്ടിയോൻ നിനക്ക് വേണ്ട എന്ന് അമ്മയോട് പറയുകയാണ് ചെയ്തത്. അത്ര വഷളനായിരുന്നിരിക്കണം, എനിക്കറിയില്ല. എന്താണെങ്കിലും അപ്പനെ സ്വീകരിക്കാൻ അമ്മ ഒരു തീരുമാനവും അതിന് ചില കണ്ടീഷൻസും വെച്ചു. ഞാൻ ഇനിയും പണിക്ക് പോവും, എന്നെ ഇവിടെ മദ്യപിക്കാനോ എന്നെ ഉപദ്രവിക്കാനോ പാടില്ല എന്ന്. അതൊക്കെ സ്വീകാര്യമാണെന്നാണ് അന്ന് അപ്പനും അപ്പൻ്റെ കൂടെ വന്ന അപ്പൻ്റെ അനിയന്മാരും പറഞ്ഞത്. വളരെ ക്ഷീണിതനായി എന്തൊക്കെയോ രോഗം പിടിപെട്ട പോലെയുള്ള ഒരു രൂപം, അതായിരുന്നു അപ്പൻ. അമ്മ എങ്ങനെ സമ്മതമൊക്കെ കൊടുക്കുന്ന കണ്ടപ്പോൾ എനിക്കിഷ്ടമായില്ല. സഹോദരിമാർക്ക് ഇഷ്ടമായിരുന്നോ എന്നുള്ളത് ഞാൻ അവരോട് ചോദിച്ചിട്ടുമില്ല. പക്ഷേ ചിലപ്പോൾ അവർക്ക് എൻ്റെ അത്രയും അപ്പനെ സ്വീകരിക്കുന്നതിൽ എതിർപ്പുണ്ടായിരുന്നില്ല എന്ന് തന്നെ വേണം കരുതാൻ. കാരണം SSLC ബുക്കിനുള്ള ഡീറ്റെയിൽസ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് എഴുതി കൊടുക്കുമ്പോൾ ഞാൻ രക്ഷകർത്താവായി എൻ്റെ അമ്മയുടെ പേരാണ് വെച്ചത്. SLC ബുക്ക് വന്ന സമയത്ത് അപ്പൻ്റെ പേര് വെക്കാത്തതിനെ പറഞ്ഞ് എൻ്റെ 3 സഹോദരിമാരും വളരെയേറെ വഴക്കുണ്ടാക്കി. അന്ന് അവർ പറഞ്ഞത് അപ്പനെ രക്ഷകർത്താവായി വെക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അപ്പൻ മരിച്ചുപോയി എന്നാണ്. പക്ഷേ ഞാൻ പറഞ്ഞു, അപ്പൻ്റെ പേര് അപ്പനെന്നും അമ്മയുടെ പേര് അമ്മയെന്നും ഞാൻ വെച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ രക്ഷകർത്താവും എനിക്ക് ചിലവിന് തരുന്നു എൻ്റെ അമ്മയാകിയാൽ
ഒരിക്കലും രക്ഷപ്പെടുന്നതിനായിട്ടുള്ള ഒരു കാര്യവും ചെയ്തു തരാത്ത അപ്പൻ്റെ പേര് വെക്കാത്തതിൽ ഒട്ടും ദുഃഖമില്ലെന്നും അത് ഞാൻ ഡെലിബറേറ്റ്ലി ചെയ്തതാണെന്നും പറഞ്ഞു. അന്ന് ഒരു ദിവസത്തോളം അവർ ദുഃഖിച്ചിരിക്കുന്നത് ഞാൻ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അപ്പൻ വന്നപ്പോൾ അവർ സന്തോഷിച്ചിട്ടുണ്ടാവണം. ബിന്ദു മിക്കവാറും നൊവേനയൊക്കെ ചെല്ലുന്നുമുണ്ടായിരുന്നല്ലോ അപ്പൻ്റെ തിരിച്ചു വരവിനായിട്ട്. അപ്പോൾ ചെറുപ്പകാലം മുതൽ കൗമാരത്തിലുമെല്ലാം തന്തയില്ലാത്തവൻ ബാസ്റ്റാർഡ് എന്ന വിളി കേട്ട് വളർന്ന എനിക്ക് ഇപ്പോൾ അലങ്കാരത്തിനൊരു അപ്പനുണ്ടാകുന്നതിൽ ഒരു കാര്യവുമില്ലെന്ന് ആ 16-ാം വയസ്സിൽ തികഞ്ഞ ബോധ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മയെ അകത്തേക്ക് വിളിച്ച് വീടിൻ്റെ പിറകുവശത്തേക്ക് കൊണ്ടുപോയി അമ്മയോട് ഞങ്ങൾ പറഞ്ഞു, ഇത്തരം വിരൂപനായൊരു മനുഷ്യനെ ഇനി നമുക്ക് ആവശ്യമില്ല. നമുക്ക് വേണ്ട കാലമുണ്ടായിരുന്നു. ഈ തന്തയില്ലാത്തവനെന്ന് വിളി കേട്ട് വളർന്നിട്ട് ഇന്ന് ഇദ്ദേഹം വന്നിട്ട് ഇനി തന്തയായി അവതരിപ്പിക്കേണ്ട ഗതികേട് നമുക്കുണ്ടോ എന്ന് അമ്മയോട് ചോദിച്ചതാണ്. അപ്പോൾ അമ്മ പറഞ്ഞു, മക്കളെ, ഈ മനുഷ്യനെ എനിക്ക് കിട്ടിയതിന് ശേഷമാണ് നിങ്ങളെ ഓരോരുത്തരും എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് അദ്ദേഹം എങ്ങനെയാണെങ്കിലും എനിക്ക് സുന്ദരനാണ്. ഇനി ഇതെൻ്റെ വീടാണ്. ഇവിടെ ഞാൻ ഇദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ നിന്ന് പോകാം. അമ്മയോട് എതിർത്തൊന്നും പറയാനുള്ള ധൈര്യമോ കപ്പാസിറ്റിയോ ഒന്നും എൻ്റെ സഹോദരിമാർക്കോ എനിക്കോ ഒന്നും അന്നുണ്ടായിരുന്നില്ല. ഒരിക്കലും അത് ഉണ്ടായിട്ടുമില്ല. അതുകൊണ്ട് തന്നെ അമ്മയുടെ മാത്രം തീരുമാനമായിരുന്നു അപ്പനെ സ്വീകരിക്കുക എന്നുള്ളത്. അമ്മ അപ്പനെ സ്വീകരിച്ചു. വീട്ടിലിരുത്തി പാലും പഴവും എല്ലാം കൊടുത്ത്, മുട്ടയൊക്കെ പുഴുങ്ങി കൊടുത്ത്, നല്ല ആഹാരമൊക്കെ കൊടുത്ത് ശുശ്രൂഷിച്ച് 1-2 മാസത്തോളം അങ്ങനെ ശുശ്രൂഷിച്ച് കഴിഞ്ഞപ്പോഴേക്കും അപ്പൻ ആരോഗ്യമൊക്കെ വീണ്ടെടുത്തു. മുടിയൊന്നും തിരിച്ചു വന്നില്ല. അത് മുടി ഞാൻ ജനിച്ച കാലത്ത് പൊഴിഞ്ഞു പോയതാണെന്നാണ്. അപ്പോൾ അപ്പൻ ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ സന്തോഷങ്ങളിലോ കളിച്ചിരികളിലോ വൈകുന്നേരത്തെ ഓട്ടപ്പിടുത്തങ്ങളിലോ ഒന്നും കൂടിയിരുന്നില്ല. ആ തിണ്ണയിൽ ഇങ്ങനെ ഇരിക്കും, അത്രേ ഉള്ളൂ. അപ്പൻ വീഡിയോ ഒക്കെ വലിച്ച് ഒരു സൈഡിലിങ്ങനെ ഇരിക്കും. കുടിയൊന്നും അന്നേരം തുടങ്ങിയില്ല. പക്ഷേ അതൊക്കെ പിന്നീടാണ്. അപ്പൻ വന്നു. അപ്പൻ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ കൂട്ടത്തിൽ പണിക്ക് വരാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ആ വേനലവധിക്കാലമായപ്പോൾ, ഏപ്രിൽ മെയ് മാസമായപ്പോൾ എന്തുകൊണ്ടാണെന്നറിയില്ല, ഒരു വൈദികനാകാൻ പോകണം എന്നൊരു മോഹം എനിക്കുണ്ടായി. എനിക്ക് തോന്നുന്നത് നമ്മുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ജീവിതത്തെക്കുറിച്ചുള്ള നമ്മളുടെ കാഴ്ചപ്പാടുകൾ പോലും വളർന്നു വരുന്നത് ചുറ്റുമുള്ള ചില ബിംബങ്ങളെ കണ്ടിട്ടാവണം. ഞങ്ങളുടെ ഹൈറേഞ്ചിലെ കിഴക്കൻ മലകളിൽ ഏറ്റവും വിലയുള്ള ആളുകൾ, സമൂഹത്തിൽ ഏറ്റവും വിലയുള്ളത് വൈദികർക്കാണ്. അതുകൊണ്ടാകണം, ഒരിക്കലും ഒരു വിലയും ഒരു സമൂഹത്തിൽ കിട്ടാതിരുന്നത് കൊണ്ടുമാവണം ഞാൻ വൈദികനാകാൻ പോകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തി. ആ തീരുമാനം എടുക്കുമ്പോഴേക്കുമൊക്കെ മെയ് മാസമൊക്കെ കഴിയാറായിട്ടുണ്ട്. അപ്പോൾ ഈ 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് അച്ഛനാകാൻ പോകുന്നവർക്ക് നേരത്തെ തന്നെ ക്യാമ്പൊക്കെ കൂടി സെറ്റായി ഒരു സെലക്ഷൻ നടക്കും. ആ അടുത്ത കാലത്ത് അമേരിക്കയിൽ നിന്ന് വന്ന് തുടങ്ങിയ ഒരു കോൺഗ്രിഗേഷൻ ആയതുകൊണ്ടാവണം അവർക്കധികം കുട്ടികളെ ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നത് കൊണ്ടും ഈ ക്യാമ്പ് അവസാന നിമിഷത്തിൽ ഇതിന് ചെന്ന് എന്നെ അവർ സെലക്ട് ചെയ്തു. അതോടൊപ്പം തന്നെ ജെസ്സിയും മഠത്തിൽ പോകാൻ തീരുമാനിച്ചു. നീ മേരിയുടെ മകനല്ലേ എന്നൊരു ചോദ്യമുണ്ട്. എന്ന് പറഞ്ഞാൽ അന്ന് വൈദികരോട് എതിർത്ത് പറഞ്ഞവളുടെ, അല്ലെങ്കിൽ തന്നെ തൻ്റെ ഇടത്തിൽ ജീവിച്ചവളുടെ, ഇപ്പോൾ ഒരാൾ കന്യാസ്ത്രീ ആയിട്ടുണ്ടല്ലേ, അവളിപ്പോൾ ഇനി ഇറ്റലിക്ക് പോവും, അപ്പോൾ ഇനി കുടുംബമൊക്കെ ആ വഴിയൊന്നും അങ്ങ് രക്ഷപ്പെടും. അദ്ദേഹത്തിൻ്റെ ഇരുന്നിരുന്ന കസേരയുടെ മുമ്പിലെ ആ മേശയ്ക്ക് മറുപുറത്ത് കിടന്ന 3 കാലിയായ കസേരകളിൽ ഒന്ന് ഇരിക്കാൻ പോലും ആ മനുഷ്യൻ എന്നോട് പറഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ ഡ്രോ വലിച്ചു തുറന്നിട്ട് 100ൻ്റെ 10 നോട്ടുകൾ 3-4 പ്രാവശ്യം എണ്ണി നോക്കിയിട്ട്, കത്തൊന്നും തുറന്ന് നോക്കിയിട്ടില്ല, 100ൻ്റെ 10 നോട്ടുകൾ, ഇന്നേക്കാലത്ത് അതൊരു വലിയ തുക തന്നെയാണ്, അതൊന്നും ഇല്ലെന്ന് പറയുന്നില്ല, പക്ഷേ 100ൻ്റെ 10 നോട്ടുകൾ എണ്ണിയിട്ട് എൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ ഇട്ട് തരുന്നത്. എന്നിട്ട് എന്നോട് പറയുന്നത്, നീ പോയി വീട്ടിൽ ചെന്ന് അമ്മയെ സഹായിച്ച് ജീവിക്കാൻ നോക്കാം, അങ്ങനെ സഹോദരങ്ങളെയൊക്കെ നോക്കാൻ നോക്കാം, അല്ല അതിന് പഠിച്ചിട്ടൊന്നും ഒരു കാര്യവും ഇല്ല എന്ന് അദ്ദേഹം എന്നോട് പറയുന്നുണ്ട്.